കൂട്ടുകാരെ, നിങ്ങൾക്ക് വൈകുന്നേരം മഴയുണ്ടായിരുന്നോ? എനിക്ക് നല്ല കാറ്റും മഴയും പെയ്യുന്നു കേട്ടാ. കറണ്ടും പോയി. അപ്പൊ ഇപ്പാണ് കറണ്ട് വന്നപ്പാട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് കഥ പറയാൻ വന്നതാണ്. അപ്പൊ കഥ തുടങ്ങിയാലോ? ബുദ്ധിമാനായ കുറുക്കൻ. ഒരിക്കൽ ഒരിടത്തെ ഒരു കാട്ടിൽ ഒരു സിംഹം വസിച്ചിരുന്നു. കുറുക്കനായിരുന്നു അവന്റെ കൂട്ട്. എപ്പോഴും അവർ ഒരുമിച്ചാണ് വേട്ടയാടാൻ പോവുക. സിംഹം ഇരകളെ ഓടിച്ചു പിടിച്ച് കൊല്ലുകയാണ് പതിവ്. തന്നെ സഹായിക്കുന്നതിനുള്ള കൂലിയായി സിംഹം കുറുക്കന് അതിൽ ഒരു വീതം കൊടുക്കാറുമുണ്ട്. ഒരു ദിവസം സിംഹത്തിന് സുഖമില്ലാതായി. അവന് വേട്ടയാടാൻ പോകാൻ കഴിഞ്ഞില്ല. സിംഹത്തിന് നന്നേ വിശക്കുന്നു. അവൻ കുറുക്കനെ വിളിപ്പിച്ചു. ചങ്ങാതി, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇര തേടാൻ കഴിയാത്ത വണ്ണം ഞാൻ രോഗിയാണ്. അല്പം ആഹാരം കിട്ടാൻ നീ എന്നെ സഹായിക്കണം. കുറുക്കൻ ഇര തേടി ഇറങ്ങി. അവസാനം അവൻ ഒരു കഴുതയെ കണ്ടെത്തി. അവൻ കഴുതയുടെ അടുത്തെത്തി പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരാ, കാട്ടിലെ രാജാവ് താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. താങ്കളെ അദ്ദേഹത്തിന്റെ മന്ത്രിയാക്കാനോ മറ്റോ ആണെന്ന് തോന്നുന്നു. മണ്ടനായ കഴുതയ്ക്ക് വളരെ സന്തോഷമായി. കൂടുതലൊന്നും ചിന്തിക്കാതെ ഉടനെ തന്നെ അവൻ കുറുക്കന്റെ കൂടെ പുറപ്പെട്ടു. കഴുതയെ കണ്ടപ്പോഴേക്കും സിംഹം ചാടി വീണ് അവന്റെ കഥ കഴിച്ചു. പക്ഷേ കഴുതയെ തിന്നാൻ തുടങ്ങിയപ്പോഴേക്കും സിംഹത്തിന് വല്ലാതെ ദാഹിച്ചു. അതുകൊണ്ട് സിംഹം കുറുക്കനോട് പറഞ്ഞു, ഈ ആഹാരം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊള്ളൂ. ഞാൻ പെട്ടെന്നു തന്നെ മടങ്ങി വന്നേക്കാം. കുറുക്കൻ സിംഹം പോയ ഉടനെ തന്നെ കഴുതയുടെ തലച്ചോറെടുത്ത് തിന്നു. സിംഹം തിരികെ വന്നപ്പോൾ കഴുതയുടെ തലച്ചോറാണ് ആദ്യം നോക്കിയത്. തലച്ചോറ് അവിടെ കണ്ടില്ല. അവൻ അലറി, എവിടെ കഴുതയുടെ തലച്ചോർ? കുറുക്കൻ പേടി നടിച്ച് ശബ്ദം താഴ്ച പറഞ്ഞു, കഴുതയ്ക്ക് തലച്ചോറില്ലായിരുന്നു തിരുമേനി. അതുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കഥ? വേറെ